ആമേൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. മനുഷ്യപുത്രന്റെ കാലം നോഹയുടെയും ലോത്തിൻ്റെയും കാലം പോലെയുള്ള ഒരു കാലമായിരിക്കുമെന്നും വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. നിയമവിരുദ്ധ ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ലോകത്തുണ്ടായത് നോഹയുടെയും ലോത്തിൻ്റെയും കാലഘട്ടമായിരുന്നു എന്നും വിശുദ്ധ ബൈബിളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ടു തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്ന് രേഖപ്പെടുത്തുന്നു. ഒരിക്കലും പാടില്ലാത്ത നിയമവിരുദ്ധമായ, ദൈവം വെറുക്കുന്ന ഈ ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ മാറിയത് നോഹയുടെ കാലഘട്ടങ്ങളിലെ ഒരു സംഭവമായി ബൈബിളിൽ രേഖപ്പെടുത്തുന്നു. പത്രോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതപസ്സിൻ്റെ ചങ്ങലയിട്ടു നരകത്തിൽ ആക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും ചെയ്തു എന്ന് പറയുന്ന വാക്യങ്ങളാണ്. നോഹയുടെ കാലഘട്ടത്തിലാണ് അധർമ്മം വർദ്ധിക്കുകയും നിയമവിരുദ്ധമായിട്ടുള്ള ശാരീരിക ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ പോകുകയും ചെയ്തു എന്നും ഈ തലങ്ങളിൽ പോയവരെ ദൈവം ആദരിക്കാതെ അന്ധതപസ്സിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കിയെന്നും ന്യായവിധിക്ക് വേണ്ടി അവരെ ആക്കി വച്ചിരിക്കുകയാണെന്നും രേഖപ്പെടുത്തുന്ന വചനമാണത്. അതുപോലെ യൂദയുടെ ലേഖനം 6-7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത്, ഈ കാര്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതുപോലെ സോദോം ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമാനമായുള്ള ദുർനടപ്പ് ആചരിച്ചു അന്യ ജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യ അഗ്നിയുടെ ശിക്ഷാവിധിയിൽ അവർ അകപ്പെടുകയും എന്ന് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്ന കാലഘട്ടത്തെ നോഹയുടെ കാലഘട്ടം പോലെ ആകുമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, നിയമവിരുദ്ധ ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുമെന്ന്, കാലഘട്ടം ലോകത്ത് കടന്നു വരുമെന്നും പദമാണ്. ഇന്ന് ഈ ലോകത്ത് നാം കാണുന്നതൊക്കെ നിയമവിരുദ്ധമായ ബന്ധങ്ങളിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ, മനുഷ്യപുത്രൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ കാണപ്പെടേണ്ടതിന് നാം നിയമവിരുദ്ധ ബന്ധങ്ങളിലേക്ക് പോകുന്നവരായിട്ടല്ല,
ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് അടുത്തു വരുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കുന്നവരായി തീരണം. അതിന് കൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിയമവിരുദ്ധ ബന്ധങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അന്യരും പരമാർത്ഥികളുമായി ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട രീതികളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.